ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ദൈവത്തിന്റെ പേരുകൾ ഓർമ്മിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ചെയ്തിരുന്നു സായിബാബ. സായി എപ്പോഴും അല്ലാ മാലിക് എന്ന് പറഞ്ഞിരുന്നു. ബാബയുടെ സന്നിധാനത്തിൽ ആഴ്ചയിൽ 7 ദിവസവും രാത്രിയും പകലും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുവാൻ ഭക്തന്മാരെ പ്രേരിപ്പിച്ചിരുന്നു. ഇതിന് നാമസപ്താഹം എന്ന് പറയും. ഗൗളീബുവായും നാമസങ്കീർത്തനത്തിൽ പങ്കെടുത്തു. 7ാമത്തെ ദിവസം വിത്തൽ പ്രത്യക്ഷമാവണം എന്ന പ്രാർത്ഥനയോടെയായിരുന്നു. ഭക്തി ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി ആര് പ്രാർത്ഥിക്കുന്നുവോ അവന്റെ മുന്നിൽ തീർച്ചയായും പ്രത്യക്ഷപ്പെടുമെന്ന് ബാബ മാറിടത്തിൽ കൈവച്ചുകൊണ്ട് ഊർജിതമായി പറഞ്ഞു. ധനകാപുരിയിലെ താക്കൂർനാഥൻ, പണ്ഡരീപുരത്തിലെ വിത്തൽ, ദ്വാരകയിലെ കൃഷ്ണൻ, എല്ലാ ദൈവങ്ങളും ഷിർഡിയിലാണ്. ആരും അത്ര ദൂരം ദ്വാരകയ്ക്ക് പോവേണ്ട ആവശ്യമില്ല. വിത്തൽ വേറെ വല്ല സ്ഥലത്തു നിന്ന് ഇവിടേക്ക് വരുമോ? അദ്ദേഹം ഇവിടെ തന്നെയുള്ളതാണ്. ഭക്തന്മാർ അതിയായ ഭക്തിയോടും സ്നേഹത്തോടും കൂടി വിളിച്ചാൽ ഷിർഡിയിലും വിത്തലിനെ കാണുവാൻ സാധിക്കും. സപ്താഹം കഴിഞ്ഞ ഉടനെ വിത്തൽ ഇപ്രകാരം പ്രകാശിച്ചു. കാക്കാ സാഹബ് പതിവ് പോലെ കുളി കഴിഞ്ഞ് ധ്യാനത്തിലിരിക്കുകയും വിത്തലിനെ കാണുകയും ചെയ്തു. ഉച്ച ദർശനത്തിന് ബാബയെ കാണാൻ ചെന്നപ്പോ ബാബ മുഖത്തു നോക്കി ആജ്ഞയായി ചോദിച്ചു, വിത്തൽ പട്ടിയിൽ വന്നുവോ? അദ്ദേഹം വളരെ മടിയനാണ്. ഇത്തിരി അജാഗ്രതയായിരുന്നാലും രക്ഷപ്പെട്ടു കളയും. ഈ സംഭവം രാവിലെ നടന്നു. ഉച്ചയ്ക്ക് വേറൊരു വിത്തലിനെ കാഴ്ച കിട്ടി. ഒരു വിൽപ്പനക്കാരൻ 25-30 വിത്തോബ പടങ്ങൾ കൊണ്ടുവന്നു. ആ ചിത്രവും കാക്കാ സാഹബ് കണ്ട ചിത്രവും ഒരേ മാതിരിയായിരുന്നു. ബാബയുടെ വാർത്തകൾ ഓർമ്മിച്ചും ഈ ചിത്രം കണ്ടിട്ടും കാക്കാ സാഹിബിന് സന്തോഷവും അത്ഭുതവും നിറഞ്ഞൊഴുകി. അദ്ദേഹം തന്റെ പൂജാസ്ഥലത്ത് വയ്ക്കുവാൻ ഒരു വിത്തോബാവിന്റെ ചിത്രം മേടിച്ചു. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.